നമ്മൾ ഷഹലയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് ആയിരുന്നു ഷഹലയുടെ ഭർത്താവിന് തന്നെ ആ കുട്ടിയെ തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് രണ്ടനച്ഛന്റെ വീട്ടിൽ എന്ത് വിലയാണ് ഉണ്ടാവുക എന്നുള്ളത്. പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ പോലും ഒരു കോടതി വിധിയെയോ അല്ലെങ്കിൽ ഇവിടുത്തെ റൂൾസിനെയോ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ തന്നെ ഇപ്പൊ കോൺട്രവേഴ്സിയായ വിഷയമാണ് കുട്ടിയെ തിരികെ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനോടനുബന്ധിച്ച ഫോട്ടോഗ്രാഫ്സ് ആണല്ലോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് ഇപ്പൊ കാണുമ്പോൾ കോടതി വിധിയിൽ കുട്ടിയെ അച്ഛന് കൊടുത്ത പോലെ തന്നെ എല്ലാവർക്കും തോന്നുന്നത്. അച്ഛൻ ആ കുട്ടിയെ തിരികെ കൊടുക്കണം എന്ന കമന്റിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇപ്പൊ ആ കേൾച്ചെന്നിരിക്കുന്ന രണ്ടനച്ഛന്റെ വീട്ടില് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ കുട്ടറമയെ തന്നെ കുതിര കയറുള്ളൂ. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ആ അച്ഛനെ കുട്ടിയെ തിരികെ കൊടുക്കുന്നതാണ് ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. പക്ഷെ നാളെ ഷഹലക്കിന് വന്നിട്ട് ഈ കുട്ടിയെ തിരികെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫയല് കോടതിയിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. 95% അമ്മയുടെ കൂടെ കുട്ടിയെ പറഞ്ഞു വിടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്. സോ പ്രയോറിറ്റി വരുന്നത് അമ്മയ്ക്ക് കൊടുക്കാൻ തന്നെ ആയിരിക്കും. ഇനി ആരാണ് ഷഹല, എന്താ സംഭവം എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ജൂലൈ 16 സ്വന്തം ഭർത്താവ് ദുബായിൽ നിന്ന് വരുന്നു എന്നറിഞ്ഞപ്പോ വീടിന്റെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പ് ഓണറായിട്ട് ഈ ഷഹല പറയുന്ന ആള് ഒളിച്ചു കൊടുക്കുകയും ചെയ്തത്, അതും സ്വന്തം കുട്ടിയായിട്ട്. അതിനുശേഷം ഭർത്താവ് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും പിന്നെ മിനിഞ്ഞാന്നാണ് ഇവരെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസുകാർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അച്ഛന്റെ, അതായത് ഷഹലയുടെ ഭർത്താവിന്റെ ആകെ ഒരു ആവശ്യം പറയുന്നത് കുട്ടിയെ എങ്ങനെയും തിരികെ വേണമെന്നായിരുന്നു. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അങ്ങനെ ആ കുട്ടി തന്റെ ഉപ്പയുടെ കൈകളിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നിരിക്കുന്നു. 7 വയസ്സുകാരൻ തന്റെ ഉപ്പയുടെ അരികിൽ സുരക്ഷിതനായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ചിത്രത്തിൽ 2-3 പേരെ കാണാൻ സാധിക്കും. മധ്യത്തിലായി ആ കുട്ടി തന്റെ ഉപ്പയുടെ കൈകളിൽ ചേർത്തു പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിയുടെ മുഖത്ത് നല്ല സന്തോഷം കാണാൻ സാധിക്കും. അതോടൊപ്പം ആ ഉപ്പയുടെ മുഖത്തും തന്റെ മകനെ തിരിച്ചു കിട്ടിയതിന്റെ ആ ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ കുട്ടിയെയും ഭാര്യയും കാണാനില്ല എന്ന് പത്രവാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെയധികം നിസ്സഹായനായിക്കൊണ്ട് വിഷമത്തോടു കൂടിക്കൊണ്ട് സങ്കടത്തോടു കൂടി സംസാരിക്കുന്ന അദ്ദേഹത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ അതിൽ നിന്നും മാറി തന്റെ മോനെ തിരിച്ചു കിട്ടി എന്നുള്ള ആ ഒരു ആശ്വാസവും സന്തോഷവും അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം അതിന് തൊട്ടടുത്തായിട്ട് ഒരു പ്രായമായ ഒരു ഉമ്മയെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഉമ്മയാണെന്നറിയില്ല. അതോടൊപ്പം തൊട്ടടുത്തായിട്ട് മറ്റൊരു സ്ത്രീയും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് അദ്ദേഹത്തിന്റെ സഹോദരി ആയിരിക്കാം. നമുക്കറിയാം, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരാളായിരുന്നു ഭർത്താവിന്റെ സഹോദരി എന്ന് പറയുന്നത്. ഭർത്താവിന്റെ സഹോദരിയിൽ നിന്നും എന്തോ മാനസികമായ ചില പ്രയാസങ്ങൾ ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകളും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവരാണോ ഈ ചിത്രത്തിൽ കാണുന്നത് എന്നറിയില്ല. ആ ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും പകർത്തിയ ഒരു ചിത്രമായിരുന്നു അത്. ഏതായാലും ആ കുട്ടി സുരക്ഷിതനായിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടിയാണ് വാളയാർ നിന്നും ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയും അതോടൊപ്പം മൊബൈൽ ഷോപ്പുകാരനായ മുഹമ്മദ് റാഫി എന്ന് പറയുന്നവനെയും പോലീസ് പിടികൂടിയത്. ഇവർ കാറിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് വാളയാർ ചെക്ക് പോസ്റ്റിൽ ശക്തമായ പരിശോധനയൊക്കെ നടത്തുകയും അതിന്റെ ഭാഗമായി അവരെ പിടികൂടുകയും ചെയ്തത്. നോക്കി, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതലും സംസാരിച്ച വിഷയം എന്നുള്ളത് ആ കുട്ടിയെക്കുറിച്ചായിരുന്നു. ആ കുട്ടി എങ്ങനെയെങ്കിലും സുരക്ഷിതനായി എത്രയും വേഗം തിരിച്ചെത്തണം എന്നുള്ളതായിരുന്നു. കാരണം അവരെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നീട് ഭാവിയിൽ കടന്നു പോകുന്നത് വലിയ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിലൂടെയായിരിക്കും. അത് നെടുമങ്ങാട് നടന്ന ആ ഒരു പിഞ്ചു കുഞ്ഞിന് നേരിടേണ്ടി വന്ന പീഡനങ്ങളും കൊടും ക്രൂരതകളും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ആ കുട്ടിക്ക് ഉണ്ടാകരുത്. നമുക്ക് അത്തരമൊരു സാഹചര്യത്തിലൂടെ ആ കുട്ടി കടന്നു പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. കാരണം 3 കുഞ്ഞുങ്ങളെ, അതിൽ 9ഉം 7ഉം വയസ്സുള്ള, അതോടൊപ്പം 6 മാസം മാത്രം പ്രായമുള്ള 3 കുഞ്ഞുങ്ങളെയും ഭാര്യയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് വന്ന ഒരുത്തൻ മറ്റൊരു കുഞ്ഞിനെ ഒരിക്കലും അവന് സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ സ്നേഹത്തോടു കൂടി നോക്കാൻ കഴിയില്ല. അവന്റെ ആവശ്യം നിറവേറി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഈ പെൺകുട്ടിയോടുള്ള അരിശം തീർക്കുന്നത് ആ കുട്ടിയോടായിരിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യം ആ കുട്ടിക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അവരെ എത്രയും വേഗം കണ്ടെത്തി ആ കുട്ടിയെ സുരക്ഷിതമായി ആ ഉപ്പയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ ആ കുട്ടി സുരക്ഷിതമായി തൻ്റെ ഉപ്പയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അവളുടെയും അവൻ്റെയും കാര്യം എന്താണെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, ഇനി അവൾ അവനോടൊപ്പം ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. അതറിയേണ്ട ആവശ്യം നമുക്കില്ല. അത് നമ്മുടെ വിഷയമേ അല്ല. നമുക്കിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു സംഭവത്തിൽ എല്ലാവരുടെയും ഭാഗങ്ങളിൽ തെറ്റുണ്ട്. തെറ്റില്ല എന്ന് പറയുന്നില്ല. ഈ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും മാനസിക പീഡനങ്ങൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വീട്ടിലൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. എന്തു വേണമെങ്കിലും ഭർത്താവിന്റെ സഹോദരിയോട് ചോദിക്കണം. അങ്ങനെ അടക്കമുള്ള കുറേ കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരി
ഒരു വോയിസ് ക്ലിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും നല്ലവരാണ്, അവരാരും തെറ്റുകാരല്ല എന്നൊന്നും പറയുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ ആ പെൺകുട്ടിക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ഭർത്താവിന്റെ വീട്ടുകാരും തെറ്റുകാർ തന്നെയാണ്. പക്ഷെ അതിന് ഈ പെൺകുട്ടി കണ്ടെത്തിയ പ്രതിവിധിയാണ് ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരം എന്ന് പറയുന്നത്. അതിന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരുപാട് മാർഗങ്ങളുണ്ട്. തൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കാം, അല്ലെങ്കിൽ വിവാഹബന്ധം ഏർപ്പെടുത്തി ജീവിക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാം. അതൊന്നും ചെയ്യാതെ 3 മക്കളുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് അത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. അത് തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. എന്തൊക്കെയാണെങ്കിലും നേരത്തെ കണ്ട ഫോട്ടോഗ്രാഫ്സ് ജസ്റ്റ് അച്ഛന്റെ കൂടെ കുട്ടി ഇരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോടതി അച്ഛന്റെ കൂടെ കുട്ടിയെ വിടാൻ അനുവദിച്ചു എന്നുള്ള കാര്യമല്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. അതൊക്കെ ഇനി കോടതിയും കേസൊക്കെ ആയിട്ട് ഒരുപാട് സമയമെടുക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ആവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുക. ഒരുപാട് ഫേക്ക് ന്യൂസസ് ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഷഹല ചെയ്തത് ശരിയല്ല. അവരുടെ കൂടെ ഒരിക്കലും ആ കുട്ടിയെ അയക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ കുട്ടിക്ക് അച്ഛന്റെ വീട്ടിൽ കിട്ടുന്ന ഒരു പരിഗണനയും രണ്ടനാച്ഛന്റെ വീട്ടിൽ കിട്ടാൻ പോകുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ, ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ തീരുമാനം പറയാനുള്ള ഒരു കഴിവ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. തീർച്ചയായിട്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.